ഇന്നത്തെ ഷൈബ കിച്ചണിലെ വീഡിയോ നല്ലൊരു ബീഫ് മന്തിയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ബീഫൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. മന്തി മസാല കയ്യിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഞാൻ മന്തി മസാല കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മന്തി മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് കൂടുതലായിട്ടങ്ങ് പൊടിഞ്ഞു പോവണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മന്തി മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മന്തി മസാല ഇല്ലയെന്ന് വിചാരിച്ച് മന്തി ഉണ്ടാക്കാതിരിക്കണ്ട, ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ മതി. ഇതൊന്നും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. കൂടുതലൊന്നും കരിഞ്ഞു പോവാത്ത ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ മസാല ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ മന്തി മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ 1 കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ 1 കിലോൻ്റെ അളവിലാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ഉള്ളിയും 1 ഹാഫും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ഒരു 2 ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ 1 കിലോ ബീഫിന്. പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കുത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 2 ചിക്കൻ ക്യൂബ്സും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയില്ലേ, അതിൽ നിന്ന് പകുതിയോളം ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ആ ചിക്കൻ ക്യൂബ്സിലേക്ക് നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് വേവിക്കണം. അപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു മസാല. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. 1 കിലോ ബീഫാണെങ്കിൽ കറക്റ്റായിരിക്കും ഈ ഒരു മസാല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7-8 വിസിലടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ റൈസ് ഒന്ന് വേവിക്കണമെങ്കിൽ ഇതൊരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചോറ് വേവിക്കാൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറേ സമയം ചോറ് അങ്ങനെ ഇരിക്കുമ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഏകദേശം ഇതൊന്ന് വെന്ത് കിട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതാ ഇവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോനെന്ന് പറയുമ്പോൾ കപ്പിൻ്റെ കണക്കാണെങ്കിൽ ഒരു 4 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പം നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ്, 2 ഏലക്ക, പിന്നെ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. കുരുമുളക് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഇനിയിത് ഒരു 1/4 വേവാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ.
കൂടുതൽ വെന്ത് പോവാതെ നോക്കണേ. അപ്പോൾ ഒരു 1/4 വേവാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ബീഫ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ കുറച്ച് ബീഫിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വറ്റി വരുന്നത് വരെ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതിൽ വെള്ളമുണ്ട്, ആ ഒരു വെള്ളം വറ്റി വരണം. അപ്പോൾ നമ്മൾ നല്ല തുറന്ന് വെച്ച് തന്നെ ഇതൊന്നും ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ എന്നാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വറ്റി വന്നോളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ മാത്രമേ ചോറുണ്ടാക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ആ ചോറൊക്കെ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഞാനിതാ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ ഗ്രേവി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ചോറ് ഇവിടെ കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒരു 3/4 വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3-4 പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതാ റൈസ് ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം സമയമായി. ഇതങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ആ മന്തി മസാല കുറച്ച് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ മുകളിലായിട്ട് എൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കലാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല ബീഫിൻ്റെ മണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അല്ല, ബീഫൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.